ഉത്തര കൊറിയയിലെ സിൻപോ തീരത്ത് നിന്നും തീ തുപ്പുന്ന രാക്ഷസനെ പോലെ ഒരു മിസൈൽ കുതിച്ചു വരികയാണ്. ഇത് കേവലം മറ്റൊരു പരീക്ഷണമല്ല. ഇതിന്റെ പേര് ഹ്വാസങ്പോ ലെവൻഡ്ര. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വിനാശകരമായ ക്ലസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള മാരകായുധം. പക്ഷെ ഈ മിസൈലിനേക്കാൾ ഞെട്ടിക്കുന്നത് ഇതിന് പിന്നിലെ നിഗൂഢതയാണ്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തന്റെ മകൾ കിം ജോയെ ചേർത്ത് പിടിച്ച് ഈ മിസൈൽ പരീക്ഷണത്തിന് സാക്ഷിയാകുമ്പോൾ ലോകത്തിന് അദ്ദേഹം നൽകുന്ന സന്ദേശം എന്താണ്? തന്റെ പിൻഗാമി പോലും ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്നല്ലേ. ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ ഈ ഒരു ഘട്ടത്തിൽ എന്തിനായിരിക്കും കിം ഇത്രയേറെ പ്രകോപനം സൃഷ്ടിക്കുന്നത്? ഇതിന് പിന്നിൽ വ്ളാഡിമിർ പുടിന്റെ കറുത്ത കൈകളുണ്ടോ? കൊറിയൻ ഉപദ്വീപിലെ ഈ യുദ്ധഭീതി ലോകത്തെ തന്നെ മുഴുവനായി വിഴുങ്ങാൻ പോകുന്ന ഒരു ആണവ യുദ്ധത്തിന്റെ തുടക്കമാണോ? മനസ്സിനെ മരവിപ്പിക്കുന്ന ആ കറുത്ത സത്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ കാണുന്ന ഈ സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1950 അല്ലെങ്കിൽ 53 കാലഘട്ടത്തിലെ കൊറിയൻ യുദ്ധത്തിന് ശേഷം ഈ രണ്ട് രാജ്യങ്ങളും സാങ്കേതികമായി ഇപ്പോഴും യുദ്ധത്തിലാണ്. കാരണം അന്ന് ഒരു സമാധാന കരാർ ഒപ്പിട്ടിരുന്നില്ല, മറിച്ച് ഒരു വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായത്. എന്നാൽ 2024-25 കാലഘട്ടം മുതൽ ഈ സാഹചര്യം അടിമുടി മാറി. കിം ജോങ് ഉൻ തന്റെ ഭരണഘടനയിൽ നിന്നും ദക്ഷിണ കൊറിയയുമായുള്ള പുനരേകീകരണം എന്ന ഭാഗം തന്നെ നീക്കം ചെയ്തു. ദക്ഷിണ കൊറിയ തങ്ങളുടെ പ്രധാന ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചു. ഈ സാഹചര്യത്തിലാണ് ഞായറാഴ്ച പുലർച്ചെ, അതായത് കഴിഞ്ഞ ദിവസം സിൻപോയിൽ ആ സംഭവം നടക്കുന്നത്. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്ത് നിന്നും 5 ബാലിസ്റ്റിക് മിസൈലുകൾ ഒരേ സമയം കുതിച്ചുയർന്നു. എന്തായിരിക്കും ഈ പരീക്ഷണത്തെ ഇത്രയേറെ ചർച്ചാ വിഷയമാക്കുന്നത്? അതിന്റെ ഉത്തരം മിസൈലിന്റെ സാങ്കേതികതയിലാണ്. ഹ്വാസങ്പോ ലെവൻഡ്ര ഇത് ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആയുധശേഖരം ക്ലസ്റ്റർ ബോംബുകളാണ്. സാധാരണ ഒരു മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ആ ഭാഗത്ത് മാത്രം സ്ഫോടനം ഉണ്ടാകുന്നു. എന്നാൽ ക്ലസ്റ്റർ ബോംബുകൾ അങ്ങനെയല്ല. ലക്ഷ്യസ്ഥാനത്തിന് തൊട്ട് മുകളിൽ വെച്ച് പ്രധാന മിസൈൽ പൊട്ടിത്തെറിക്കുകയും അതിനുള്ളിൽ നിന്നും 100 കണക്കിന് ചെറിയ സബ് മ്യൂണീഷനുകൾ മഴ പോലെ താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഒരു ഫുട്ബോൾ സ്റ്റേഡിയം വലിപ്പമുള്ള പ്രദേശം മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാകാൻ ഇതിന് സാധിക്കും. ദക്ഷിണ കൊറിയൻ സൈനികരുടെ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയെല്ലാം ഒരേ സമയം തകർക്കും. വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും 136 കിലോമീറ്റർ അകലെയുള്ള ഈസ്റ്റ് സീയിലെ ഒരു ദ്വീപിനെ ഈ മിസൈലുകൾ കൃത്യമായി തകർത്തു എന്നാണ് KCNA റിപ്പോർട്ട് ചെയ്തത്. ഈ സൈനിക നീക്കത്തിലെ ഏറ്റവും കൗതുകകരമായ കാഴ്ച കിം ജോ എന്ന കൊച്ചു പെൺകുട്ടിയുടെ സാന്നിധ്യമായിരുന്നു. സൈനിക ജനറൽമാർക്ക് നടുവിൽ തന്റെ അച്ഛനൊപ്പം ഗൗരവത്തോടെ നിൽക്കുന്ന ജൂവിന്റെ ചിത്രം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. കിം ജോങ്ങിന് ശേഷം ഉത്തര കൊറിയയുടെ 3ാം തലമുറയെ നയിക്കാൻ ഈ പെൺകുട്ടിയാണ് വരുന്നത്. ഈ സൂചനയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. തന്റെ ജനതയ്ക്കും ശത്രുക്കൾക്കും മുന്നിൽ തന്റെ പവർ പ്രദർശിപ്പിക്കാനായി കിം ഉപയോഗിക്കുന്നത് തന്റെ മകളെയാണ്. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളും ആണവായുധങ്ങളുടെ താക്കോലും സുരക്ഷിതമായ കൈകളിലാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അന്താരാഷ്ട്ര പ്രതിരോധ നിരീക്ഷകർ വിരൽ ചൂണ്ടുന്നത് ഒരു പ്രധാന കാര്യത്തിലേക്കാണ്. ഉത്തര കൊറിയയുടെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ പെട്ടെന്നുണ്ടായി കുതിച്ചുചാട്ടം സ്വാഭാവികമല്ല. ഇതിന് പിന്നിൽ റഷ്യയുടെ ശക്തമായ പിന്തുണയുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ പീരങ്കി ഉണ്ടകളും ആയുധങ്ങളും ഉത്തര കൊറിയ വലിയ തോതിൽ എത്തിച്ചു നൽകുന്നത്. ഇതിന് പകരമായി വ്ളാഡിമിർ പുടിൻ കിമ്മിന് നൽകുന്നത് എന്തായിരിക്കും? ബഹിരാകാശ വിജ്ഞാനം, സ്പൈസ് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനുള്ള സഹായം, അതുപോലെ മിസൈൽ പ്രിസിഷൻ, മിസൈലുകളെ കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ. അടുത്തത് നാവിക കരുത്താണ്. സമുദ്രത്തിനടിയിൽ നിന്നും ആക്രമണം നടത്താനുള്ള സംവിധാനങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ റഷ്യയുടെ ആയുധശാലയെ ഉത്തര കൊറിയ മാറുമ്പോൾ ഉത്തര കൊറിയയെ ഒരു ഹൈടെക് സൈനിക ശക്തിയായി റഷ്യ മാറ്റിയെടുക്കുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നമാണ്. ഈ പരീക്ഷണം ഒരു കടുത്ത പ്രകോപനമാണെന്ന് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് വിശേഷിപ്പിച്ചിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഒരു അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു. ദക്ഷിണ കൊറിയൻ സൈന്യം നൽകിയ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ചെറിയ പ്രകൃതി വിരുദ്ധ നീക്കത്തിനും കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന്. അമേരിക്കയുമായി ചേർന്ന് ദക്ഷിണ കൊറിയ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. താഡ് പോലെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവർ സജ്ജമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. എങ്കിലും ക്ലസ്റ്റർ ബോംബ്
ബോംബുകൾ ഘടിപ്പിച്ച 5 മിസൈലുകൾ ഒരേ സമയം വന്നാൽ അത് തടയുക എന്നത് ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി തന്നെയാണ്. പിന്നെ അറിയാമല്ലോ കിം ജോങ്ങിന്റെ കാര്യം. അദ്ദേഹം അമേരിക്കയ്ക്ക് നേരെ ഇപ്പോഴും ഒരു വലിയൊരു മിസൈൽ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. ഒരു കാലത്ത് ഡൊണാൾഡ് ട്രംപും കിം ജോങ്ങിനും തമ്മിൽ നടത്തിയ ചർച്ചകൾ ലോകത്തിന് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇന്ന് സമാധാന ചർച്ചകൾ പൂർണ്ണമായി അവസാനിപ്പിച്ചു. അതിർത്തികളിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് നടക്കുന്നത്. ലോകം ഇന്ന് പല തട്ടുകളിലായാണ് നിൽക്കുന്നത്. ഒരു വശത്ത് ചൈന, റഷ്യ, ഉത്തര കൊറിയ സഖ്യം, മറുവശത്ത് അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ സഖ്യം. കിഴക്കൻ ഏഷ്യയിൽ ഒരു വെടി പൊട്ടിയാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ആധുനിക ആയുധങ്ങളും ആണവായുധങ്ങളും ഉപയോഗിക്കാൻ കിം മടിക്കില്ല എന്ന പ്രഖ്യാപനം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ്. ഈ പരീക്ഷണത്തിലൂടെ ഉത്തര കൊറിയ നേടിയെടുത്തത് എന്താണ്? അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു തങ്ങൾക്ക് അത് ഏത് വലിയ പ്രതിരോധത്തെയും തകർക്കാൻ സാധിക്കുമെന്ന്. ഒരു വശത്ത് ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു, മറുവശത്ത് റഷ്യ ഉക്രൈൻ, മറ്റൊരു വശത്ത് ഫലസ്തീനിലും യുദ്ധം ഒട്ടും പിന്നിലല്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൊറിയൻ ജനതയുടെ അവസ്ഥ എന്തായിരിക്കും? രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും പട്ടിണിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇത്തരം മിസൈലുകൾ നിർമ്മിക്കുന്നത്. കൊറിയൻ ഉപദ്വീപിലെ ഈ പുകച്ചിൽ ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ തുടക്കമാണോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നത്. യുദ്ധം എന്തായാലും ആർക്കും ഒരു ഗുണവും ചെയ്യില്ല എന്ന് ചരിത്രം പറയുമ്പോഴും ആയുധങ്ങളുടെ ശക്തിയിലാണ് കിമ്മിനെ പോലെയുള്ളവർ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യും. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും വരാം. നന്ദി.